നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസ് IC-814 ദ കാണ്ടഹാർ ആ വെബ് സീരീസിൽ വിവാദം ശക്തമാവുകയാണ്. സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തീവ്രവാദികളായ ഹൈജാക്കർമാർക്ക് ഹിന്ദു പേരുകൾ നൽകിയതിൽ നെറ്റ്ഫ്ലിക്സിന് താക്കീത് നൽകി കേന്ദ്ര സർക്കാർ. തീവ്രവാദികൾ മുസ്ലിം നാമധാരികളാണെന്നും ഇന്ത്യൻ സംസ്കാരത്തിന് ചേരാത്ത ഉള്ളടക്കം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സംഘപരിവാർ ഹാൻഡിലുകളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നെറ്റ്ഫ്ലിക്സ് മേധാവിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സ്വാതി, ആ നെറ്റ്ഫ്ലിക്സിൻ്റെ ആ വെബ് സീരീസ് നമുക്കറിയാം, നമ്മുടെ വിമാനം റാഞ്ചി കാണ്ടഹാറിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെബ് സീരീസാണ്. അത് വലിയ ചർച്ചയായ ഒരു വിഷയമാണ്, നമ്മുടെ നാടിനെ ഞെട്ടിച്ചതാണ്. ചില തീവ്രവാദികളെ വിട്ടുകൊടുത്തതിന് ശേഷമാണ് അന്ന് ആ വിമാനവും അതിലെ യാത്രക്കാരെയും നമുക്ക് തിരിച്ചു നൽകിയത്. നമ്മുടെ കുറേ ആളുകളുടെ ജീവൻ അവർ കവരുകയും ചെയ്തിരുന്നു. അത് അന്നത്തെ വാജ്പേയി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിട്ടാണ് ലോകം അതിനെ വിലയിരുത്തിയത്. ആ രീതിയിൽ BJP അതിനെ എക്കാലവും ആ ഒരു സംഭവത്തിൽ വല്ലാതെ പ്രതിരോധത്തിലാകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇത് പുതിയ ചർച്ചയാകുമ്പോൾ അവർ എങ്ങനെയാണ് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നത്? മനു, വെബ് സീരീസ്, അതായത് ഈ ഓഗസ്റ്റ് 29-നാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീം ചെയ്തിട്ടുള്ളത്. IC-814 ദി കാണ്ടഹാർ ഹൈജാക്ക് എന്ന് പറയുന്ന വെബ് സീരീസിന് സ്ട്രീം ചെയ്തതിന് ശേഷമാണ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിന് പിന്നാലെ സംഘപരിവാർ ഹാൻഡിലുകളിലടക്കം, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഹൈജാക്കർമാരുടെ പേര് എന്ന് പറയുന്നത് ഹിന്ദു നാമധാരികളാണ് ഈ ഹൈജാക്കർമാർ. എന്നാൽ മുസ്ലിം വിഭാഗക്കാർ അവരുടെ പേര് പറയാനുള്ള മടി കൊണ്ടാണ് ഇത്തരത്തിൽ ഹിന്ദു നാമം നൽകിയത് എന്നും ഇത് ഒരിക്കലും ഈ ഇന്ത്യൻ സംസ്കാരത്തിന് ചേരുന്നതല്ല എന്നുള്ള വാദമാണ് ഇപ്പോൾ സംഘപരിവാറും അതോടൊപ്പം തന്നെ കേന്ദ്രവും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കുകയുമായിരുന്നു. അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഉള്ളടക്കങ്ങളും ഒന്നിൻ്റെയും ഭാഗമാക്കാൻ പാടില്ല, അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള ആവശ്യമാണ് നെറ്റ്ഫ്ലിക്സ് മേധാവിയോട് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ യഥാർത്ഥ സംഭവത്തെ ആധാരമാക്കിയുള്ളതാണ്. മനു നേരത്തെ സൂചിപ്പിച്ച പോലെ കാഠ്മണ്ഡുവിൽ നിന്നുള്ള ദില്ലിയിലേക്കുള്ള വിമാനം ഹൈജാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് പാകിസ്ഥാൻ ബന്ധമുള്ള ഭീകരവാദികൾ എന്ന് പറയപ്പെടുന്നവരാണ് ഇത് ഹൈജാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളുടെ പേരിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നു, ഹിന്ദു നാമധാരികളാക്കി ഈ വെബ് സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും സംഘപരിവാറും ഉന്നയിക്കുന്നത്. അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വലിയ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഉള്ള വിഷയങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പൂർണ്ണമായും ഒരു താക്കീത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച വലിയ വിവാദം സംഘപരിവാർ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഭീകരവാദികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിരിക്കണം, മുസ്ലിം വിഭാഗക്കാരായിരിക്കണം എന്നുള്ള സംഘപരിവാറിൻ്റെ കൃത്യമായൊരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സീരീസിന് നേരെ ഇത്തരം ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. എന്തായാലും കേന്ദ്രത്തിൻ്റെ ഈ താക്കീതും കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ വലതുപക്ഷ സംഘപരിവാർ ഹാൻഡിലുകളിലാണ് ഈ സീരീസിനെ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള നീക്കം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനു, ശരി, ഏതായാലും നമുക്ക് നോക്കാം. ലോകം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ അതിൽ പുതിയ വിവാദം വന്നിരിക്കുന്നത്. അതിലെ തീവ്രവാദികൾക്ക് ഹിന്ദു നാമങ്ങൾ നൽകിയിരിക്കുന്നു, അതിൻ്റെ പേരിൽ അത് വലിയ വിവാദമാകുന്നു. നെറ്റ്ഫ്ലിക്സിൻ്റെ മേധാവിക്ക് ആ രീതിയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്, മാറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതാണിപ്പോൾ സ്വാതി നമ്മളോട് ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്. ഓക്കെ, താങ്ക് യു സ്വാതി.